അപകടങ്ങൾ പതിയിരിക്കുന്ന അംഗൻവാടി രക്ഷിതാക്കളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. വേലൂർ പഞ്ചായത്തിലെ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75 നമ്പർ അംഗൻവാടിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. റോഡരികിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ ചുറ്റുമതിലിന് ഗേറ്റില്ല എന്നതാണ് പ്രധാന ആശങ്ക. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിനോട് ചേർന്നാണ് അംഗൻവാടിയുടെ കവാടവും കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ കളിക്കുവാൻ പുറത്തേക്കിറങ്ങുമ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ഗേറ്റിന്റെ ഒരു ഭാഗം പൊട്ടിയതിനാൽ മാറ്റിവെച്ചിരിക്കുകയാണ്. 2 വർഷത്തിലധികമായി ഗേറ്റ് ഇല്ലാതെയാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. അപകടാവസ്ഥ നാട്ടുകാർ കഴിഞ്ഞ LDF ഭരണസമിതിയുടെയും നിലവിലെ UDF ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഗേറ്റ് സ്ഥാപിക്കാൻ ആവശ്യമായ യാതൊരുവിധ നടപടിയും അധികൃതർ കൈക്കൊണ്ടിട്ടില്ല. അംഗൻവാടി കോമ്പൗണ്ടിന്റെ സ്ലാബ് മതിൽ പല ഭാഗങ്ങളിലും പൊട്ടിവീഴാറായ അവസ്ഥയാണ്. അംഗൻവാടി കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ് ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അംഗൻവാടി കെട്ടിടത്തിനോട് ചേർന്ന കുട്ടികളുടെ കളി ഉപകരണങ്ങളും ടോയ്ലറ്റും സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം പുല്ലും മറ്റും വളർന്ന് കാടുപിടിച്ചിരിക്കുകയാണ്. പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ചുമരും തകർന്ന ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയുമുണ്ട്. ഇതിനു പുറമെ അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന വേലൂർ വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്നവർ കോമ്പൗണ്ടിനകത്തേക്ക് ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചു കയറ്റുന്നതും കുട്ടികൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രന്റെ വാർഡിലാണ് കുട്ടികൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അംഗൻവാടി പ്രവർത്തിക്കുന്നത്.